ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് പഠിക്കുന്നത് 3ാം ക്ലാസ്സിലെ പരിസര പഠനത്തിലെ ജന്തുലോകത്തേക്ക് എന്ന രണ്ടാമത്തെ പാഠമാണ്. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നമുക്ക് പാഠത്തിലേക്ക് പോകാം. നമ്മുടെ പാഠത്തിൻ്റെ പേര് ജന്തുലോകത്തേക്ക്. ഈ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും എന്താണ് ജന്തുക്കൾ എന്ന് വെച്ചാൽ ജീവികൾ. ജീവികളെ കുറിച്ച് പഠിക്കാനുള്ള ഒരു പാഠമാണ് ഇത്. ഈ ഒരു ചിത്രത്തിൽ നോക്കൂ. ഒരു വീടിൻ്റെ മുറ്റത്ത് ഒരു കുട്ടിയും അവൾ വളർത്തുന്ന മറ്റ് മൃഗങ്ങളെയും കാണാം. ഏതൊക്കെ മൃഗങ്ങളാണ് മക്കളെ ഇതിലുള്ളത്? ഏതൊക്കെയാണ്? നായ, ആട്, കോഴി, പശുക്കിടാവ്, പൂമ്പാറ്റ, കാക്ക, അണ്ണാൻ, മരംകൊത്തി, തത്ത, അങ്ങനെ കുറേ ജീവികളെ നമുക്ക് ഇതിൽ കാണാം. ഇനി താഴെ തന്നിരിക്കുന്നത് ശ്രദ്ധിക്കൂ. ആഹാ, ഇന്ന് എല്ലാവരും വളരെ നേരത്തെ എത്തിയല്ലോ. കൂട്ടുകാരെ കണ്ട് മിത്ര വീടിന് പുറത്തിറങ്ങി. മിത്രയുടെ വീട്ടു പരിസരം കണ്ടല്ലോ. ഏതെല്ലാം ജീവികളാണ് ചിത്രത്തിലുള്ളത്? മിത്ര എന്ന കുട്ടിയുടെ കൂട്ടുകാരാണ് ഈ ജീവികൾ. ഈ ചിത്രത്തിൽ ഏതെല്ലാം ജീവികളാണ് ഉള്ളത് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? ഇവയിൽ മിത്ര വളർത്തുന്ന ജീവികൾ ഏതൊക്കെയാവും? അതായത് വളർത്തുമൃഗങ്ങൾ ഏതൊക്കെയാവും എന്നാണ് ചോദിക്കുന്നത്. ഏതൊക്കെയാണ് മക്കളെ ഈ ചിത്രത്തിലെ വളർത്തുമൃഗങ്ങൾ? പശു, ആട്, നായ, കോഴി. ഇനി അടുത്ത ചോദ്യം നോക്കൂ. ഏതൊക്കെ ജീവികളെയാണ് മനുഷ്യർ ഇണക്കി വളർത്തുന്നത്? അതായത് മനുഷ്യൻ വളർത്തുന്ന ജീവികൾ ഏതൊക്കെയാണ്? ഈ ചിത്രത്തിൽ അല്ലാത്തതുമായ കുറേ ജീവികളെ മനുഷ്യൻ ഇണക്കി വളർത്തുന്നുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. താറാവ്, പൂച്ച, മീൻ, തത്ത, കുതിര, മുയൽ, അണ്ണാൻ, അങ്ങനെ തുടങ്ങിയ പലതരം ജീവികളെയും മനുഷ്യൻ ഇണക്കി വളർത്തുന്നുണ്ട്. എന്തിനൊക്കെ വേണ്ടിയാണ് നാം ജീവികളെ വളർത്തുന്നത്? എന്തൊക്കെ ആവശ്യത്തിന് വേണ്ടിയാണ് നാം ജീവികളെ വളർത്താറുള്ളത്? ആഹാരത്തിന്, സുരക്ഷയ്ക്ക്, കൃഷിക്ക്, കൗതുകത്തിന്, യാത്രാ സൗകര്യത്തിന്, ഇങ്ങനെ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ജീവികളെ വളർത്തുന്നത്. നമുക്ക് വളർത്തു ജീവികളെ കൊണ്ടുള്ള പ്രയോജനങ്ങളുമായി ബന്ധപ്പെട്ട പട്ടിക പൂർത്തിയാക്കൂ. താഴെ തന്നിരിക്കുന്ന ഈ ടേബിളിൽ വളർത്തു ജീവികളുടെ പേരും അവയെ കൊണ്ട് നമുക്കുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണ് എന്നുമാണ് ഇതിൽ എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റത്തെ ജീവി ആട്. ആടിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്? പാൽ, മാംസ്യം. മാംസ്യം എന്ന് വെച്ചാൽ ഇറച്ചി. രണ്ടാമത്തെ കോഴി. കോഴിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് മുട്ട, മാംസ്യം. പശു. പശുവിൽ നിന്ന് ലഭിക്കുന്നത് പാൽ, മാംസ്യം. അടുത്തത് നായ. നായയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പ്രയോജനം എന്താണ്? സുരക്ഷ. നമുക്ക് വേണ്ട സുരക്ഷ നൽകുന്നു. പൂച്ച. കൗതുകം. കൗതുകത്തിന് വേണ്ടിയാണ് പൂച്ചയെ വളർത്തുന്നത്. താറാവ്, മുട്ട, മാംസ്യം. വിവിധ ആവശ്യങ്ങൾക്കായി നാം ജീവികളെ വളർത്തുന്നു. ചില ജീവികളുടെ പാൽ, മുട്ട, മാംസം തുടങ്ങിയവ ആഹാരത്തിന് ഉപയോഗിക്കുന്നു. കൗതുകത്തിന് വേണ്ടി വളർത്തുന്ന ജീവികളുമുണ്ട്. അപ്പോൾ ഏതൊക്കെ ജീവികളാണ് നമുക്ക് പാൽ തരുന്നവ, മുട്ട തരുന്നവ, അതുപോലെ മാംസത്തിന് വേണ്ടി ഉപയോഗിക്കുന്നവ, കൗതുകത്തിന് വേണ്ടി വളർത്തുന്ന ജീവികൾ ഏതൊക്കെയാണെന്ന് കൂട്ടുകാർക്ക് മനസ്സിലായില്ലേ? ഓക്കെ, ഇനി അടുത്ത ഭാഗം നോക്കൂ. എത്ര ജീവികൾ. ചിത്രത്തിലുള്ള ഏതെല്ലാം ജീവികളെ നിങ്ങൾക്കറിയാം? പേരുകൾ എഴുതൂ. താഴെ തന്നിരിക്കുന്ന ഈ ചിത്രം നോക്കി ആ ജീവികളുടെ പേരുകൾ എഴുതാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിൽ കൂട്ടുകാർക്ക് അറിയാവുന്ന ജീവികൾ ഏതൊക്കെയാണ്? നമുക്ക് നോക്കാം ഏതൊക്കെയാണെന്ന്. ആദ്യത്തെ ചിത്രത്തിലെ ജീവി ഏതാണ്? പല്ലി. പിന്നീട് വരുന്നത് ഒച്ച്, ഉറുമ്പ്, ചെമ്പോത്ത്, പഴുതാര, വവ്വാൽ, കീരി, തേരട്ട. ഇവ നമ്മുടെ വീട്ടിലും പരിസരത്തുമായി ജീവിക്കുന്നവയാണല്ലോ. ഇവയിൽ വളർത്തുജീവികളുണ്ടോ? ഇല്ല അല്ലേ? വീട്ടിലും പരിസരത്തുമുള്ള കൂടുതൽ ജീവികളെ കണ്ടെത്തി എൻ്റെ പരിസര പഠന പുസ്തകത്തിൽ എഴുതൂ. അപ്പോൾ ഏതൊക്കെയാണ് കൂട്ടുകാരെ നമ്മുടെ പരിസരത്ത് കാണപ്പെടുന്ന ജീവികൾ? പശു, കോഴി, ഉറുമ്പ്, നായ, പൂച്ച, കാക്ക, അണ്ണാൻ, ഒച്ച്, മൈന, മയിൽ, പുഴു, തവള, മീൻ, പൂമ്പാറ്റ. ഇവയെല്ലാം നമ്മുടെ വീട്ടുപരിസരത്ത് കാണപ്പെടുന്ന ജീവികളാണ്. ഇത്തിരി കുഞ്ഞന്മാരും വമ്പന്മാരും. മിത്രയും കൂട്ടുകാരും ജീവികളുടെ പേര് പറഞ്ഞ് കളിക്കുകയാണ്. ആരാണ് ഏറ്റവും കൂടുതൽ ജീവികളെ കണ്ടെത്തുക? തമ്മിൽ മത്സരമായി. പുൽച്ചാടി, മിന്നമിനുങ്ങ്, ഓന്ത്, വണ്ട്, പശു പറഞ്ഞ ജീവികളുടെ ചിത്രം വരയ്ക്കാനും അവർ മറന്നില്ല. താഴെ നോക്കൂ. അവർ പേര് പറഞ്ഞ ജീവികളുടെ ചിത്രവും വരച്ചിട്ടുണ്ട്. മിത്ര വരച്ച ജീവികളുടെ ചിത്രങ്ങൾ കണ്ടല്ലോ. നമുക്കും ഇതുപോലെ കളിച്ചാലോ?
പേര് പറയാതെ ജീവികളുടെ ശബ്ദമോ ചലനമോ അവതരിപ്പിക്കൂ. കൂട്ടുകാർ ജീവിയെ തിരിച്ചറിയട്ടെ. കണ്ടെത്തിയ ജീവികളുടെ പേരുകൾ പട്ടികപ്പെടുത്തി ചിത്രം വരച്ച് നിറവും നൽകൂ. ഇവിടെ മക്കൾക്കുള്ള ഒരു ഗെയിമാണ് തന്നിരിക്കുന്നത്. ഇത് ക്ലാസ്സിൽ കൂട്ടുകാരുടെ ഒപ്പം കളിക്കാവുന്നതാണ്. നിങ്ങളുടെ പട്ടികയിലെ ഏറ്റവും ചെറിയ ജീവി ഏത്? നിങ്ങൾ കണ്ടെത്തിയ ജീവികളിൽ ഏറ്റവും ചെറിയ ജീവി ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഏറ്റവും വലുതോ? പട്ടികയിലെ ജീവികളെ വലുപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ ക്രമീകരിച്ചെഴുതും. ചുറ്റുപാടുമുള്ള ജീവികളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ വിദ്യാലയ പരിസരത്തും ഉണ്ടാവില്ലേ അനേകം ചെറുജീവികൾ? ഇവ ഏതെല്ലാം? ഇവയെല്ലാം ഒരേ വലുപ്പമാണോ? അല്ല. നമുക്ക് കൂട്ടായി നിരീക്ഷിച്ചാലോ? നിരീക്ഷണത്തിന് ഹാൻഡ് ലെൻസ് കൂടി ഉപയോഗപ്പെടുത്തണേ. ഇവിടെ സ്കൂൾ പരിസരത്ത് കാണപ്പെടുന്ന ജീവികൾ ഏതൊക്കെയാണെന്നാണ് നിരീക്ഷിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എവിടെയെല്ലാം നിരീക്ഷിക്കാം? മണ്ണിൽ, ചെടികളിൽ, മരത്തിൽ, കുളത്തിൽ, വയലിൽ, പൂന്തോട്ടത്തിൽ. കണ്ടെത്തിയ ചെറുജീവികളുടെ പേരുകൾ എൻ്റെ പരിസര പഠന പുസ്തകത്തിൽ എഴുതും. മക്കൾ കണ്ടെത്തിയ ജീവികളുടെ പേരുകൾ പഠന പുസ്തകത്തിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് ആ ബോക്സിൽ തന്നിരിക്കുന്നത് നോക്കാം. അക്ഷരചിത്രങ്ങൾ വരയ്ക്കാം. ഇവിടെ ചില അക്ഷരങ്ങൾ തന്നിട്ടുണ്ട്. ആ അക്ഷരങ്ങൾ ഉപയോഗിച്ചുള്ള ചിത്രങ്ങളും തന്നിരിക്കുന്നു. ഷ എന്ന അക്ഷരം കൊണ്ട് പാമ്പ്, ത എന്ന അക്ഷരം കൊണ്ട് പക്ഷി, വ എന്ന അക്ഷരം കൊണ്ട് ഒച്ച്. ഇതുപോലെ കൂടുതൽ ചിത്രങ്ങൾ വരച്ചു നോക്കൂ. ഇതുപോലെ മറ്റ് അക്ഷരങ്ങൾ ഉപയോഗിച്ച് മക്കളോട് ചിത്രങ്ങൾ വരയാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. വിരൽ ചിത്രങ്ങൾ. മഷിയിൽ മുക്കിയ വിരലുകൾ കടലാസിൽ പതിപ്പിച്ച് വരച്ച ജീവികളുടെ ചിത്രങ്ങൾ നോക്കൂ. ഇതുപോലെ കൂടുതൽ ജീവികളുടെ ചിത്രങ്ങൾ വരയ്ക്കും. മഷിയും അതുപോലെ കൈവിരലുകളും ഉപയോഗിച്ച് വരച്ച ചിത്രങ്ങളാണ് ഇവ. ഇതുപോലെ മക്കളോടും വരയാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. സവിശേഷതകളിലെ വൈവിധ്യം. താഴെ നൽകിയിരിക്കുന്ന ശരീരഭാഗങ്ങൾ ഏതെല്ലാം ജീവികളുടേതാണെന്ന് കണ്ടെത്തി എഴുതൂ. ഈ ചിത്രങ്ങൾ നോക്കൂ. ഏതെല്ലാം ജീവികളുടെ ശരീരഭാഗങ്ങളാണവ? ഇവയെല്ലാം നമുക്ക് പരിചിതമായ ജീവികൾ തന്നെയാണ്. ഏതൊക്കെയാണ്? ആന, മയിൽ, സീബ്ര, കോഴി. ഏതെല്ലാം വിധത്തിലാണ് ഇവ വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? നിറം, പുള്ളികൾ, വലുപ്പം, ആകൃതി. ഇവയുടെ അടിസ്ഥാനത്തിലാണ് ഈ ജീവികളെല്ലാം വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. നിറം കണ്ട് തിരിച്ചറിയാൻ കഴിയുന്ന ജീവികളുണ്ടോ? ഉണ്ടല്ലേ. ഏതൊക്കെ ജീവികളാണവ? തത്ത, ആന, മയിൽ, കാക്ക, അങ്ങനെ ഒട്ടനവധി ജീവികൾ നിറം കൊണ്ട് തിരിച്ചറിയാൻ കഴിയുന്നവയാണ്. അടുത്ത നോക്കൂ. കൊമ്പ് കണ്ടാൽ തിരിച്ചറിയാൻ കഴിയുന്ന ജീവികൾ ഏതൊക്കെ? ആന, മാൻ, പശു, ആട്. ഇങ്ങനെ ജീവികളുടെ കൊമ്പുകൾ കണ്ടാലും നമുക്ക് അവ ഏത് ജീവിയാണെന്ന് തിരിച്ചറിയാൻ കഴിയും. പുള്ളികൾ കണ്ടാലോ? മയിൽ, സീബ്ര, പുലി. ഇവയുടെ എല്ലാം പുള്ളികൾ കണ്ടാൽ നമുക്ക് ഏത് ജീവിയാണെന്ന് തിരിച്ചറിയാൻ കഴിയും. അടുത്ത നോക്കൂ. ആകൃതിയിലും വലുപ്പത്തിലും നിറത്തിലും കൊമ്പ്, നഖം, പുള്ളികൾ, വരകൾ തുടങ്ങിയ സവിശേഷതകളിലും ഓരോ ജീവിയും വ്യത്യസ്തത പുലർത്തുന്നു. ശരിയാണല്ലേ. ഓരോ ജീവികളുടെയും ശരീരഘടനയിലും നിറത്തിലുമെല്ലാം വളരെ വ്യത്യാസങ്ങളുണ്ട്. അവയിൽ നിന്നുമാണ് നമ്മൾ ഏതൊക്കെ ജീവികളാണ് അത് എന്ന് തിരിച്ചറിയുന്നത്. കടലിലെ ജീവികൾ. പലതരം മീനുകൾ കടലിലുണ്ടെന്ന് അറിയാമല്ലോ. മീനുകളുടെ മാത്രമല്ല മറ്റനേകം ജീവികളുടെ എല്ലാം വാസസ്ഥലമാണ് കടൽ. കരയിലുള്ളതിനേക്കാൾ കൂടുതൽ ജീവികൾ കടലിലുണ്ട്. ഏതെല്ലാം കടൽ ജീവികളെ നിങ്ങൾക്കറിയാം? കൂട്ടുകാരുമായി ചർച്ച ചെയ്ത് എഴുതൂ. ചില കടൽ ജീവികളുടെ ചിത്രങ്ങൾ നോക്കും. താഴെ ചില കടൽ ജീവികളുടെ ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ഏതെല്ലാമാണെന്ന് നോക്കൂ. കടൽ കുതിര, കടൽ മുള്ളൻ പന്നി, കടൽ വെള്ളരി, കടൽ പശു. ഇത്തരം പേരുകൾ ഈ കടൽ ജീവികൾക്ക് ലഭിക്കാൻ കാരണമെന്തായിരിക്കും? ഈ ചിത്രത്തിൽ കാണുന്ന ജീവികൾക്കെല്ലാം നോക്കൂ, നമ്മുടെ കരയിലുള്ള ജീവികളുമായി സാദൃശ്യമുണ്ട്. അതിനാലാണ് ഇവയ്ക്ക് ഇങ്ങനെ പേര് വരാൻ കാരണമായത്. ഭൂമിയിലെ ഏറ്റവും വലിയ ജീവിയായ നീലത്തിമിംഗലം കടലിലാണ് ജീവിക്കുന്നത്. ഇത് മീൻ വർഗത്തിൽപ്പെട്ട ജീവിയല്ല. കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്ന ജീവിയാണ് നീലത്തിമിംഗലം. ഓക്കെ, അപ്പോൾ ഭൂമിയിലെ തന്നെ ഏറ്റവും വലിയ ജീവി ഏതാണ്? നീലത്തിമിംഗലം. കരയിലെ ഏറ്റവും വലിയ ജീവിയോ? ആന. ഓക്കെ, പലവിധം അങ്ങനെ സഞ്ചാരം. ഏതെല്ലാം ജീവികളുടെ രൂപങ്ങളാണ് ചിത്രത്തിലുള്ളത്? മുകളിൽ തന്നിരിക്കുന്ന രൂപങ്ങൾ ഏതെല്ലാം ജീവികളുടേതാണെന്നാണ് മക്കൾക്ക് തോന്നുന്നത്? ഏതൊക്കെ ജീവികളാണ് നോക്കൂ. കൊക്ക്, തവള, പാമ്പ്, മീന്. കടലാസ് മടക്കി ഇവ നിർമ്മിക്കൂ. രൂപങ്ങൾ ചലിപ്പിച്ച് അവയുടെ സഞ്ചാരവും അവതരിപ്പിക്കൂ. ഇതുപോലെ കടലാസ് കൊണ്ട് ജീവികളെ ഉണ്ടാക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എല്ലാ ജീവികളും ഒരേ വിധത്തിലാണോ സഞ്ചരിക്കുന്നത്? അല്ല, അല്ലേ? സഞ്ചാര രീതിയുടെ അടിസ്ഥാനത്തിൽ ജീവികളെ പട്ടികപ്പെടുത്തും. അപ്പോൾ നമുക്ക് എങ്ങനെയെല്ലാം ജീവികളുടെ സഞ്ചാര രീതികളെ തരംതിരിക്കാം?
നടക്കുന്നവ, ഇഴയുന്നവ, പറക്കുന്നവ, നീന്തുന്നവ. ഇനി നമുക്ക് ഈ സഞ്ചാര രീതിയുടെ അടിസ്ഥാനത്തിൽ വരുന്ന ജീവികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നടക്കുന്നവ: ആന, പശു, നായ, ആട്, പൂച്ച. ഇവ കൂടാതെ മറ്റു ജീവികളുമുണ്ട്. അവ ഏതൊക്കെയാണെന്ന് മക്കൾ കണ്ടെത്തൂ. ഇനി നമുക്ക് ഇഴയുന്ന ജീവികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പാമ്പ്, പുഴു, പഴുതാര. പറക്കുന്നവ ഏതൊക്കെയാണെന്ന് നോക്കൂ. മയിൽ, കാക്ക, തത്ത. ഇതുപോലെ പറക്കുന്ന ഏതൊക്കെ പക്ഷികളാണോ അവയുടെ എല്ലാം പേര് നിങ്ങൾക്ക് ഇവിടെ എഴുതാം. അടുത്തത് നീന്തുന്നവ: മീൻ, മുതല, തവള. ഇങ്ങനെ ജീവികളെ അവയുടെ സഞ്ചാര രീതിക്കനുസരിച്ച് വിവിധ തരത്തിൽ തരംതിരിച്ച് എഴുതാവുന്നതാണ്. മറ്റേതെങ്കിലും രീതിയിൽ സഞ്ചരിക്കുന്ന ജീവികളുണ്ടോ? ഉണ്ടല്ലേ. ഏതൊക്കെയാണ്? തവള, പുൽച്ചാടി. ഇവയ്ക്ക് എങ്ങനെയാണ് സഞ്ചരിക്കുന്നത്? ചാടി ചാടിയാണല്ലേ പോകുന്നത്. അതുപോലെ ജീവികളുടെ ശരീരത്തിന്റെ പ്രത്യേകതകളും സഞ്ചാര രീതിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉണ്ടല്ലേ. ഓരോ ജീവികളുടെയും ശരീരാകൃതിക്കനുസരിച്ച് അവയുടെ സഞ്ചാര രീതിക്കും വ്യത്യാസമുണ്ട്. ഈ ഒരു ടേബിളിൽ നോക്കൂ. ചില ജീവികളുടെ ചിത്രങ്ങളും അവയുടെ ശരീരത്തിന്റെ സവിശേഷതകൾ അതുപോലെ സഞ്ചാര രീതി എന്നിവ തന്നിട്ടുണ്ട്. എല്ലാ ജീവികളിലും തന്നിട്ടില്ല. ബാക്കി നമ്മൾ കണ്ടുപിടിച്ച് എഴുതണം. ഇതിൽ കുതിരയുടെ ശരീരത്തിന്റെ സവിശേഷതയും അതുപോലെ സഞ്ചാര രീതിയും എങ്ങനെയാണെന്ന് തന്നിട്ടുണ്ട്. എങ്ങനെയാണെന്ന് നോക്കൂ. അവയുടെ ശരീരത്തിന്റെ സവിശേഷത: പിന്നിലേക്ക് മടക്കാവുന്ന 4 കാലുകൾ. കുതിരയുടെ 4 കാലുകൾക്ക് എന്താണ് പ്രത്യേകത നോക്കൂ. പിന്നിലേക്ക് മടക്കാൻ കഴിയും. അതുപോലെ അവയുടെ സഞ്ചാര രീതി എന്ന് പറയുന്നത് നടക്കുന്നു, ഓടുന്നു. കുതിരയ്ക്ക് നടക്കാനും ഓടാനും കഴിവുണ്ട്. ഇനി നമുക്ക് മറ്റു ജീവികളുടെ സവിശേഷതകളും സഞ്ചാര രീതിയും എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ചിത്രത്തിൽ നോക്കൂ. പാമ്പ്. പാമ്പിന്റെ ശരീരത്തിന്റെ സവിശേഷത എന്താണ്? പാമ്പിന് കാലുകളില്ല. അതുപോലെ ചുരുണ്ട് കിടക്കാനും കഴിയും. അവ എങ്ങനെയാണ് സഞ്ചരിക്കുന്നത്? ഇഴഞ്ഞാണല്ലേ സഞ്ചരിക്കുന്നത്. ഇഴയുന്നു. അതുപോലെ അടുത്ത ജീവി ഏതാണ്? പ്രാവ്. പ്രാവിന്റെ ശരീരത്തിന്റെ സവിശേഷത എന്താ നോക്കൂ. ചിറകുകളുണ്ട്, അതുപോലെ കൂർത്ത ചുണ്ട്, മൂർച്ചയേറിയ നഖങ്ങൾ. ഇതെല്ലാം പ്രാവിന്റെ സവിശേഷതയാണ്. പ്രാവിന്റെ സഞ്ചാര രീതി എങ്ങനെയാണ്? പറക്കുന്നു, നടക്കുന്നു. പ്രാവിന് പറക്കാനും നടക്കാനും കഴിയും. അടുത്ത ജീവി ഏതാണ് നോക്കൂ. മീൻ. മീനിന്റെ ശരീരത്തിന്റെ സവിശേഷത നീണ്ടതും ഉരുണ്ടതുമായ ശരീരം, വാൽ, ചിറക് എന്നിവയുണ്ട്. അതുപോലെ മീനിന്റെ സഞ്ചാര രീതി എന്താണ്? നീന്തുന്നു. മീനിന് നീന്താനല്ലേ കഴിയുന്നത്. ഓക്കെ. ഇനി താഴെ തന്നിരിക്കുന്ന താറാവിന്റെ ചിത്രം നോക്കൂ. താറാവ് എന്തൊക്കെയാണ് അതിൽ ചെയ്യുന്നത്? വെള്ളത്തിൽ നീന്തുന്നുണ്ട്, അതുപോലെ കരയിൽ നടക്കുന്നുമുണ്ടല്ലേ. ഇത്തരത്തിൽ ഒന്നിലധികം രീതികളിൽ സഞ്ചരിക്കുന്ന ജീവികൾ നമ്മൾ തയ്യാറാക്കിയ പട്ടികയിലുണ്ടോ? അതെ, നോക്കൂ. ഒന്നിൽ കൂടുതൽ രീതിയിൽ സഞ്ചരിക്കാൻ കഴിവുള്ള ജീവികൾ ഏതൊക്കെയാണ് മുകളിൽ തന്ന പട്ടികയിൽ? ഏതാണ്? കുതിരയ്ക്കും അതുപോലെ പ്രാവിനും കഴിയുന്നുണ്ടല്ലേ. കുതിരയ്ക്ക് നടക്കാനും ഓടാനും കഴിയുന്നു. അതുപോലെ പ്രാവിന് നടക്കാനും പറക്കാനും കഴിയുന്നു. കൂടുതൽ ജീവികളുടെ സഞ്ചാര രീതി കണ്ടെത്തി എഴുതൂ. കൂട്ടുകാരുമായി ചർച്ച ചെയ്ത് പട്ടിക വിപുലീകരിക്കുക. അപ്പോൾ കൂടുതൽ ജീവികളുടെ സഞ്ചാര രീതി കണ്ടെത്തി എഴുതാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ കൂടുതൽ എക്സാമ്പിൾ കാണിച്ചു തരാം. കുരങ്ങൻ. കുരങ്ങൻ്റെ ശരീരത്തിൻ്റെ സവിശേഷത എന്താണ് നോക്കൂ. നീളം കൂടിയ കൈകാലുകൾ, നീളമേറിയ വാൽ. അതുകൊണ്ട് അവയുടെ സഞ്ചാര രീതി എങ്ങനെയാണ്? നടക്കുന്നു, ചാടുന്നു. അടുത്തത് തവള. തവളയുടെ ശരീരത്തിൻ്റെ സവിശേഷത നീളമേറിയ കാലുകൾ, പരന്ന കാൽപാദം. അവയുടെ സഞ്ചാര രീതി എങ്ങനെയാണ്? ചാടുന്നു, നീന്തുന്നു. ഇതുപോലെ കൂടുതൽ ജീവികളെ കണ്ടെത്തി അവയുടെ ശരീരത്തിൻ്റെ സവിശേഷതകളും സഞ്ചാര രീതികളും കൂട്ടുകാർ കണ്ടെത്തി എഴുതണേ. ഓരോ ജീവിക്കും അതിൻ്റെ ശരീരത്തിൻ്റെയും വസിക്കുന്ന ചുറ്റുപാടിൻ്റെയും പ്രത്യേകതകൾക്കനുസരിച്ചുള്ള സഞ്ചാര രീതിയാണുള്ളത്. ശരിയാണല്ലേ. ഇപ്പോൾ നമ്മൾ ഉദാഹരണമായി മീനിനെ പറയുകയാണെങ്കിൽ മീനിൻ്റെ ശരീരാകൃതി എന്ന് പറയുന്നത് ഒരു ബോട്ടിൻ്റെ ഷേപ്പുള്ള ശരീരാകൃതിയാണ്. അതുപോലെ തന്നെ അവയ്ക്ക് ചിറകുകളും വാലുകളും ഉണ്ട്. വെള്ളത്തിൽ മാത്രം വസിക്കാൻ കഴിയുന്ന ഒരു ജീവിയാണ് മീൻ. അതുകൊണ്ട് തന്നെ അവയുടെ സഞ്ചാര രീതി എന്ന് പറയുന്നത് എന്താണ്? നീന്തലാണല്ലേ. മീനിൻ്റെ സഞ്ചാര രീതി എന്ന് പറയുന്നത് നീന്തലാണ്. അതുപോലെ തന്നെ ഓരോ ജീവിയുടെയും ശരീരത്തിൻ്റെയും അവ ജീവിക്കുന്ന ചുറ്റുപാടിൻ്റെയും സവിശേഷതകൾക്കനുസരിച്ചാണ് അവയുടെ സഞ്ചാര രീതി. അപ്പോൾ നമ്മൾ ജന്തുലോകത്തേക്ക് എന്ന ഈ ഒരു പാഠത്തിലെ ആദ്യ ഭാഗം പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത ഭാഗത്തിൽ നമുക്ക് ഓരോ ജീവികളുടെയും ആഹാര രീതി, അതുപോലെ പൂമ്പാറ്റകൾ എന്നിവയെക്കുറിച്ച് പഠിക്കാം. ഓക്കെ, അത് അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. താങ്ക്